കടന്നു പോകുന്നു. മത്സരം സീൽ ചെയ്യുന്ന ഒരു ഗോളിലേക്ക്, ഹാട്രിക് നേട്ടത്തിലേക്ക് സുനിൽ ഛേത്രി. ഞങ്ങളോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇത്ര അപമാനപ്പെട്ടിട്ടും ജയിക്കുന്ന പ്രതീക്ഷിച്ച് നിങ്ങൾ നിരാശപ്പെടുത്തിയിട്ടു എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇഷ്ടമാണ്. എനിക്കാകെ വിഷമം തോന്നുന്നത് ഈ കളി കാണാൻ ബാംഗ്ലൂരിലോട്ട് പോയ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് ഓർത്തിട്ടാണ്. ആ സ്റ്റേഡിയത്തിൽ നിന്നും പരാജയപ്പെട്ട് തല കുനിച്ച് മടങ്ങാന്നുള്ളത് ഏറെ നിരാശ നൽകുന്ന ഒന്നാണ്. ഇതിനു മുമ്പും ഇതുപോലൊക്കെ അനുഭവിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ആരാധകരെ ഓർക്കുമ്പോൾ വളരെയധികം നിരാശ തോന്നും. ബാംഗ്ലൂരുമായിട്ടുള്ള ഇരു പാതകളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു കളിയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. ആ കളി കാണാൻ പോയ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും എത്രത്തോളം നിരാശയോടെ ആയിരിക്കും ആ കളം വിട്ടുക. സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോഴും അലട്ടുന്ന ഡിഫൻസിലെ ആ പോരായ്മകൾ തന്നെയാണ്. മത്സരത്തിൽ സമനില പിടിച്ചിട്ടും വീണ്ടും ഗോളുകൾ വഴങ്ങാം. ഈ ഒരു കാര്യം തന്നെയാണ് ആരാധകരെ ഏറെ നിരാശരാക്കുന്നത്. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു അഗ്രസീവായ ബ്ലാസ്റ്റേഴ്സിനെ തന്നെയായിരുന്നു കണ്ടത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സമനില ഗോൾ കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കളിയാകെ മാറി എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ വീണ്ടും മിസ്റ്റേക്കിലൂടെ വീണ്ടും ഗോളുകൾ വരാൻ തുടങ്ങി. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തന്നെയാണ് ഏറ്റവും വലിയ വാസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡിഫൻസിലെ പോരായ്മകൾ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് നോഹ സദോയി. അദ്ദേഹം കളി അവസാനിക്കുന്നവരെ മരിച്ചു തന്നെ കളിച്ചു. എന്തായാലും അടുത്ത മത്സരം ഇതിലേറെ ടഫായിരിക്കും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി. സത്യം പറഞ്ഞാൽ പല ആളുകളും പറയും ഇനി ബ്ലാസ്റ്റേഴ്സിനെ പ്രതീക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ. ബട്ട് ഇനി പ്രതീക്ഷിക്കാം നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഡിഫൻസിലെ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ടഫ് ടീം തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3 മാറ്റങ്ങൾ നടത്തി. കോമെ പെപ്ര, പ്രീതം കോട്ടാൽ, പ്രവ്യദാസ് എന്നിവർ കളത്തിലെത്തി. എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഡിഫൻസ് അടപടലും പൊട്ടി. പിന്നെ ഒരു കളിയിൽ എടുത്തു പറയേണ്ട പ്ലെയറാണ് സുനിൽ ഛേത്രി. ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ ഹാട്രിക് അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അടുത്ത മത്സരം ഒരു ഹെവേ മത്സരമാണ്. അടുത്ത മത്സരത്തിലെ എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഈ ഒരു മത്സരം നടക്കുക 14-ാം തീയതി 7:30 അവരുടെ മണ്ണിൽ വെച്ചാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ടഫ് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു പോരാട്ടത്തിനായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ ഒപ്പീനിയനും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.